ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ നമ്മളൊക്കെ ചിന്തിക്കാറില്ലേ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറി സന്തോഷം വരുമോ എന്നൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ വിശ്വസിക്കുന്ന ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ചിന്താഗതിയോടെ വേഗം തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു IVF സക്സസ് സ്റ്റോറിയാണ്. വളരെ വളരെ സ്പെഷ്യലായ ഒരു സക്സസ് സ്റ്റോറിയാണിത്. ഈ ഒരു വീഡിയോയിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോട്ടിവേഷൻ ലഭിക്കും, ഒപ്പം തന്നെ ഒരുപാട് ടിപ്സും ലഭിക്കും. അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് ആയ ആ ഒരാൾ 31 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഹസ്ബൻഡിന്റെ ഏജ് 34 ആണ്. രണ്ടുപേരും നല്ല പഠിത്തമുള്ള ആളുകളായിരുന്നു. പക്ഷേ അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട്. 5 നാച്ചുറൽ കൺസെപ്ഷൻ, എല്ലാം ചെന്നെത്തിയത് ഒരേ വാതിൽക്കൽ, മിസ്കാരേജ്. എല്ലാ ടെസ്റ്റുകളും ചെയ്യിച്ചു. റിപ്പോർട്ട്സ് എല്ലാം വളരെ വളരെ നോർമൽ ആയിരുന്നു. കാരിയോടൈപ്പ് ടെസ്റ്റ് വരെ ചെയ്യിപ്പിച്ചു. അതിൻ്റെ റിപ്പോർട്ട് നോർമൽ ആയിരുന്നു. അവർ അബ്രോഡ് ആയതുകൊണ്ട് കാനഡയിലായിരുന്നു ഫസ്റ്റ് IVF ചെയ്യിപ്പിച്ചത്. അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ അവരുടെ പേരൻസിനെ ഇന്ത്യയിൽ കാണാനായിട്ടും ഹോളിഡേ സ്പെൻഡ് ചെയ്യാനായിട്ടും എത്തിയത്. അങ്ങനെ ഇന്ത്യയിൽ സെക്കൻഡ് IVF ചെയ്യാനായിട്ട് എല്ലാവരുടെയും പേരൻസിനെയും ഒക്കെ നിർബന്ധത്തിൽ അവർ പ്രേരിതരായി. അങ്ങനെ സെക്കൻഡ് IVF ചെയ്യാനായിട്ടുള്ള പ്രോസസ്സ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തു. IVF ഫിക്സിയാണ് അവർക്ക് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സിംഗിൾ ബ്ലാസ്റ്റോസിസ് മാത്രമാണ് അവർക്ക് കിട്ടിയത്. അങ്ങനെ മനസ്സ് ഉലഞ്ഞിരിക്കുന്ന ഒരു ടൈമിലാണ് അവർ എന്ത് വന്നാലും ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് തന്നെ പോകാം എന്ന് തീരുമാനിച്ച് ആ സിംഗിൾ ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫർ ചെയ്തത്. നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ കമന്റ് സെക്ഷനിലും മറ്റുമായിട്ട് ഒരുപാട് ഡൗട്ട്സ് ഇതിനെ റിലേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ലഭിക്കുമോ, സക്സസ് റേറ്റ് എത്രയാണ്, മിസ്കാരേജ് ആകാൻ സാധ്യതയുണ്ടോ, പ്രഗ്നൻസി കിട്ടുമോ, കുഞ്ഞിനെ ലഭിക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ട് ഞാൻ കമന്റ് സെക്ഷനിലും മറ്റുമായിട്ട് കാണാറുണ്ട്. തീർച്ചയായിട്ടും സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേർക്ക് സക്സസ് കിട്ടിയിട്ടുണ്ട്. നേരത്തെയും ഞാൻ അതുപോലത്തെ സക്സസ് സ്റ്റോറീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. തുടർന്ന് ഈ വീഡിയോയും കാണുക. അങ്ങനെയുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡൗട്ടും മാറും, നിങ്ങൾക്ക് മോട്ടിവേഷൻ ലഭിക്കും. ഇനിയും അവർ ഫോളോ ചെയ്ത എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് അവർ ഫോളോ ചെയ്ത ടിപ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ പോയിന്റ് ആണ് റെസ്റ്റിനെ പറ്റി. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് 1 മണിക്കൂർ ക്ലിനിക്കിൽ തന്നെ നന്നായിട്ട് റെസ്റ്റ് എടുത്തു. അതിനുശേഷം വീട്ടിലെത്തി അന്നത്തെ ദിവസം മുഴുവൻ റെസ്റ്റ് എടുത്തു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആ കുട്ടിയുടെ അമ്മ എത്തിയത്. വീട്ടിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുത്ത ദിവസം തൊട്ട് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തൊട്ട് തന്നെ ചെറിയ ചെറിയ ജോലികൾ എല്ലാം ആ കുട്ടി ചെയ്തിരുന്നു. ഹസ്ബൻഡ് നന്നായിട്ട് തന്നെ സപ്പോർട്ട് ഹെൽപ്പും ചെയ്തു. പക്ഷേ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഒട്ടും തന്നെ എടുത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കട്ടിപ്പണികളും ഒന്നും തന്നെ ചെയ്തിട്ടുമില്ല. സ്വന്തം കാര്യങ്ങൾ എല്ലാം ആ കുട്ടി തനിയെയായിരുന്നു ചെയ്തിരുന്നത്. വീട്ടിലെ അത്യാവശ്യം കഴിക്കാനുള്ള ആഹാരങ്ങൾ എല്ലാം പാകം ചെയ്യുമായിരുന്നു. പിന്നെ കൂടെ സപ്പോർട്ടിനായിട്ട് ഹസ്ബൻഡും ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് അമ്മയും വന്നു. രണ്ടാമത്തെ പോയിന്റ് ആണ് നന്നായിട്ട് വെള്ളം കുടിച്ചു എന്നുള്ള കാര്യം. ഒരുപാട് ഉപ്പ് ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. BP കൂടാതിരിക്കാനും പ്രഗ്നൻസി ആകുമ്പോഴുള്ള BPയുടെ പ്രശ്നങ്ങൾ വരാതിരിക്കാനും അത് ആ കുട്ടീനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് ആണ് നന്നായിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫോളേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ അതുപോലെ ഇലക്കറികൾ എല്ലാം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ള കാര്യം.
ഷുഗർ കണ്ടന്റും സോൾട്ട് കണ്ടന്റും നന്നായിട്ട് ഫുഡിൽ നിന്ന് കുറച്ചു. നാലാമത്തെ കാര്യമാണ് ഡോക്ടർ തന്ന എല്ലാ മെഡിസിൻസും അതേപോലെ തന്നെ എടുത്തു എന്നുള്ള ഒരു പോയിന്റ്. പിന്നെ അഞ്ചാമതായും മെയിനായിട്ടും ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും മാക്സിമം അതെല്ലാം ഒഴിവാക്കി എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിച്ച് സന്തോഷമായിട്ടിരുന്നു. അങ്ങനെ 10 വർഷത്തിന് ശേഷം ഇത്രയും നാൾ അവർ കേൾക്കാൻ കാത്തിരുന്ന ആ സന്തോഷമായ വാർത്ത അവർക്ക് കിട്ടി എന്നാണ് ആ കുട്ടി പറയുന്നത്. പ്രഗ്നൻസി പോസിറ്റീവായി 9 മാസം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായിട്ട് അങ്ങനെ കടന്നുപോയി. അവർക്ക് 2024 അതായത് ഈ വർഷം ജൂലൈ 16-ാം തീയതി ഒരു ആൺകുഞ്ഞിനെ ലഭിച്ചു. ആ കുഞ്ഞിൻ്റെ വെയിറ്റ് 2.6 കിലോഗ്രാം ആയിരുന്നു. ഒരുപാട് സന്തോഷം നിറഞ്ഞതായിരുന്നു ആ ഒരു ഡെലിവറി. എങ്കിൽ പോലും അവർക്ക് ഒരുപാട് വിഷമങ്ങളും കൂടി ഈ ഒരു ഡെലിവറിയുടെ ടൈമിൽ ഉണ്ടായിരുന്നു. അവർ ഒരു കാര്യം അറിഞ്ഞപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും മനസ്സ് തകർന്ന് നമുക്ക് മുന്നോട്ട് ഇനിയും എന്താ എന്ന ചോദ്യത്തോടു കൂടി ഇരിക്കുന്നവർക്ക് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ ലഭിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി പറയണമെന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ഇനിയും പറയാം. നമ്മുടെ കുഞ്ഞു വാവയ്ക്ക് ട്രാൻസിയന്റ് ടെക്കീപീനിയ എന്ന കണ്ടീഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 10 വർഷം നമ്മൾ കാത്തിരുന്ന് പൊന്നുപോലെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു വാവയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിന് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം പോലും വന്നു കഴിഞ്ഞാൽ നമ്മൾ മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് വന്നാലും നമുക്ക് താങ്ങാൻ കഴിയില്ല. അപ്പോൾ അവരുടെ ഒരു മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം പക്ഷെ അവർ ഈ ഒരു അവസ്ഥയിലും തളർന്നില്ല. ദൈവം നമുക്ക് 10 വർഷത്തിന് ശേഷം ഈ ഒരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിൻ്റെ അസുഖം മാറ്റാനും ആ കുഞ്ഞിനെ മുന്നോട്ട് പരിപാലിക്കാനും കഴിയും ദൈവത്തിന് എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തിൻ്റെ പിൻബലത്തിലാണ് മുന്നോട്ടുള്ള അവരുടെ യാത്ര. തീർച്ചയായിട്ടും അവർ തളർന്നില്ല. ഡോക്ടർ പറഞ്ഞ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും മുന്നോട്ട് ചെയ്തു. കട്ട സപ്പോർട്ടായിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം അവർക്ക് കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് വൈഫ് ഹസ്ബൻഡ് വൈഫിന് നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തു. അവർ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോയി. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നതാണ് സത്യം. ആദ്യമേ ഞാനത് പറയുവാണ്. കാരണം മുന്നോട്ട് നിങ്ങളിൽ ഓരോരുത്തർക്കും ആ കുഞ്ഞിന് എന്ത് പറ്റി എന്ന് കേൾക്കാൻ ആഗ്രഹം കാണും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ആ കുഞ്ഞ് ഹെൽത്തിയാണ്. മുന്നോട്ട് ഇനിയും ഞാൻ അവരുടെ കാര്യങ്ങൾ പറയാം. ആ കുഞ്ഞു വാവയ്ക്ക് ഡെലിവറിക്ക് ശേഷം റെസ്പിറേറ്ററി പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ റെസ്പിറേറ്ററി പ്രോബ്ലത്തിൻ്റെ പേരാണ് ട്രാൻസിയന്റ് ടെക്കീപീനിയ. അപ്പോൾ കുഞ്ഞിന് സപ്ലിമെൻ്റ് ആയിട്ട് ഓക്സിജൻ തെറാപ്പിയും ആൻറ്റിബയോട്ടിക്സും എല്ലാം കൊടുത്തു. കുഞ്ഞു വാവയുടെ ശരീരത്തിൽ ഒരുപാട് ചെസ്റ്റ് എക്സ്റേ എടുത്തു. പക്ഷെ എല്ലാത്തിനും ഒടുവിൽ ആ കുഞ്ഞ് സേഫായിട്ട് 2.5 മാസം പൂർത്തിയായിട്ട് ഇപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ഒരു കുഴപ്പമില്ല. എല്ലാവരും സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും കുഞ്ഞിൻ്റെ കൂടെ തന്നെ ജീവിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു IVF സക്സസ് സ്റ്റോറിയിലൂടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, നമുക്കൊരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് നമുക്ക് തന്നത് ദൈവമാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രതിസന്ധി മാറ്റാനും ദൈവത്തിന് കഴിയും. തീർച്ചയായിട്ടും ദൈവത്തിനെ വിശ്വസിച്ച് നമ്മൾ ആ പ്രതിസന്ധിയിൽ തളർന്നു പോകാതെ ദൈവത്തിൽ കൂടുതൽ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ മാറി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ സന്തോഷങ്ങളും തിരിച്ചു വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റു കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.